എല്ലാ മലയാളി പ്രേക്ഷകർക്കും ഓലച്ചുവടിയിലേക്ക് വീണ്ടും സ്വാഗതം. ജ്യോതിഷം എന്ന് പറയുന്നത് ഒരു ജാതിയുടെയോ ഒരു മതത്തിൻ്റെയോ ഒരു വർണ്ണത്തിൻ്റെയോ ഭാഗമല്ല. ഈ ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരാശിക്കും ഉതകുന്ന വിധമുള്ള ഒരു വലിയ ശാസ്ത്രമാണ്. ജ്യോതിഷത്തിൽ പരിഹാരങ്ങൾ എന്ന് പറയുന്നത് ഒന്നില്ല. പരിഹാരം ചെയ്യാനായി നിങ്ങളെടുത്ത് ആരെങ്കിലും പൈസ ചോദിച്ചാലോ നിങ്ങൾ തന്നെ പരിഹാരം ചെയ്യാനായി അധികം പൈസയൊന്നും ചെലവ് ചെയ്യാൻ പാടില്ല. ജ്യോതിഷം നോക്കുന്നവരെ ദൈവമായി കാണുകയും അവരുടെ കാലിൽ വീണ് നമസ്കരിക്കുകയും ചെയ്യുന്നത് നിർത്തലാക്കണം. കാരണം നിങ്ങൾ വായിച്ചിട്ടില്ലാത്ത പുസ്തകങ്ങൾ അവർ വായിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇന്ന് ഇവിടെ പ്രതിപാദിക്കാൻ പോകുന്നത് ഇടവ രാശിക്കാരുടെ സ്വഭാവ ഗുണങ്ങളെ പറ്റിയാണ്. ഇടവം രാശിക്കാർ എന്ന് പറയുമ്പോൾ കാലചക്രത്തിൻ്റെ രണ്ടാമത്തെ രാശിയും 30 മുതൽ 60 ഡിഗ്രി വരെയും സഞ്ചരിക്കുന്ന രാശിയുമാണ്. ഋഷഭരാശിയുടെ അധിപതി ശുക്രനാണ്. ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഇവർ വളരെ ചെറിയ വയസ്സ് മുതലേ ജീവിത സുഖങ്ങളെല്ലാം അനുഭവിക്കുന്നവരായിരിക്കും. ഇത് കുടിലിൽ ജീവിക്കുന്നവരായാലും ശരി, കൊട്ടാരത്തിൽ ജീവിക്കുന്നവരായാലും ശരി, മറ്റുള്ളവർക്ക് എളുതിൽ ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടരാണ് ഈ ഇടവരാശിക്കാർ എന്ന് പറയുന്നത്. മാത്രമല്ല, ചങ്ങാത്തം കൂടാൻ ഇവർ വളരെ നല്ലവരാണ്. ഇടവരാശിക്കാരുടെ സംസാരത്തിൽ ഒരുവിധ മാധുര്യം നിറഞ്ഞിരിക്കും. മാത്രമല്ല, ഇവരെ കുറേയൊക്കെ വിശ്വസിക്കാനും സാധിക്കും. ഇവരും മറ്റുള്ളവരെ അത്ര എളുപ്പത്തിൽ വിശ്വസിക്കില്ല എങ്കിലും വിശ്വസിക്കും. ആ വിശ്വാസം ഇവർക്ക് ഇവരുടെ ജീവിതത്തിൽ പിന്നീട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ചില നേരങ്ങളിൽ ഇവർ ചിലരെ എളുപ്പത്തിൽ വിശ്വസിക്കുകയും അതുമൂലം വലിയ വലിയ നഷ്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്യാറുണ്ട്. ഇടവരാശിക്കാർ ഏതെങ്കിലും ഒരു മത്സരത്തിനായി ഇറങ്ങിത്തിരിച്ചാൽ അതിനുവേണ്ടി മുഴുവൻ കഴിവും പ്രകടിപ്പിക്കുന്നവരാണ്. മത്സരങ്ങളിൽ ജയിക്കാനുള്ള താല്പര്യം ഇവർക്ക് കൂടുതലാണ്. വളരെ ചെറിയ വയസ്സിൽ തന്നെ പ്രണയത്തിൻ്റെ മൂല്യം മനസ്സിലാക്കുന്നവരാണ് ഇടവം രാശിക്കാർ. എന്നാൽ വിവാഹ ജീവിതത്തിൽ പ്രണയം എന്ന വാക്ക് അതൊരു ചോദ്യചിഹ്നമാണ്. കാരണം വളരെ മനോഹരവും മാധുര്യം നിറഞ്ഞതുമായ ഇടവം രാശിക്കാരുടെ പ്രണയം അവർ വാരിക്കോരി കൊടുക്കാൻ തയ്യാറായാലും ചില നേരങ്ങളിൽ അത് വാങ്ങിക്കാൻ ആളില്ലാതെയായി പോകാറുണ്ട്. അതുകൊണ്ട് ഇടവരാശിക്കാരുടെ ജീവിതത്തിൽ ഉറവ പറ്റാത്ത പ്രണയം അളവില്ലാതെ കൊടുക്കാൻ വേണ്ടി നിങ്ങൾ മകരം അല്ലെങ്കിൽ കുംഭം രാശിക്കാരെ വിവാഹം കഴിച്ചാൽ നന്നായിരിക്കും. ഇങ്ങനെ നോക്കി വിവാഹം കഴിച്ചാൽ ഒരു പരിധിവരെ നിങ്ങൾക്ക് പ്രണയിക്കാം. അതിനും അതിർവരമ്പുകൾ ഒരുപാട് ഉണ്ടെന്നുള്ളതിൽ സംശയമേ ഇല്ല. ഇടവരാശിക്കാർ കന്നിരാശിക്കാരെ വിവാഹം കഴിച്ചാൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവിന് കാരണമാകും. അത് എങ്ങനെയുള്ള വഴിത്തിരിവാണെന്ന് ഇപ്പോൾ കന്നിരാശിക്കാരെ വിവാഹം കഴിച്ച് ഒരേ വീട്ടിൽ താമസിക്കുന്ന ദമ്പതിമാർക്ക് മനസ്സിലാവും. ഇടവരാശിക്കാർ വെളിയിൽ ഭക്തിയും ഉള്ളിൽ പ്രണയവും വച്ച് നടക്കുന്നവരായിരിക്കും. ഇടവരാശിക്കാർക്ക് ഒരിക്കലും പൂർണ്ണമായും ഭക്തിയിൽ ലയിച്ചു ചേരാൻ സാധിക്കില്ല എന്നുള്ളത് ഒരു മഹാസത്യമാണ്. കാരണം അവരുടെ രാശി അധിപതി തന്നെ ജനിക്കുമ്പോൾ തന്നെ വ്യാപാര തന്ത്രങ്ങൾ അറിഞ്ഞ് ജനിക്കുന്നവരാണ് ഇടവം രാശിക്കാർ. ജീവിതകാലം മുഴുവൻ വ്യാപാരത്തിലൂടെ ഇവർക്ക് സമ്പാദിക്കാൻ വളരെ എളുതിൽ സാധിക്കുമെന്നുള്ളത് ഒരു വലിയ സത്യമാണ്. ഒരുപാട് ഇടവരാശിക്കാർ വലിയ കോടികൾക്ക് അധിപരായി ജീവിക്കുന്നുണ്ട്. ഇവർ ജന്മനാ വ്യാപാര തന്ത്രങ്ങൾ അറിയാവുന്നവരാണ്. ഇടവരാശിക്കാർക്ക് കലാപരമായ എല്ലാ തുറകളിലും വിലസാൻ സാധിക്കും. പ്രത്യേകിച്ച് സംഗീതം. ഒന്ന് പാടാത്ത ഋഷഭരാശിക്കാർ ഉണ്ടാവില്ലെന്നുള്ളതാണ് സത്യം. കൃഷി ചെയ്യുന്നതിനും ഇവർ വളരെ പ്രഗത്ഭരാണ്. ലോഹം സംബന്ധപ്പെട്ട ബിസിനസ്സുകളും ഇവർക്ക് വളരെ നല്ലതാണ്. പണം സംബന്ധപ്പെട്ട തൊഴിലുകൾ, ബാങ്കിൽ ജോലി ചെയ്യുന്നത് എന്നിവയും ഇവർക്ക് ചേരും. സംഗീതം, പടം വരയ്ക്കുന്നത്, അഴക് വർദ്ധിപ്പിക്കൽ കേന്ദ്രങ്ങൾ, ബ്യൂട്ടി പാർലർ ആകിയ ജോലികളും ഇടവരാശിക്കാർക്ക് വളരെ നല്ലതാണ്. ഇടവൻ രാശിക്കാർ സ്ത്രീകൾ കണ്ണുകൾ കൊണ്ട് മായാജാലം സൃഷ്ടിക്കുന്നവരാണ്. വളരെ അനുതാപമുള്ളവരാണ്. മറ്റുള്ളവരുടെ കഷ്ടത്തിൽ മനസ്സ് ഉരുകി അവരെ സഹായിക്കുന്നവരുമാണ്. ചിലർ കുറച്ചു മാത്രമേ സംസാരിക്കുകയുള്ളൂ എങ്കിലും
മറ്റുള്ളവരുടെ മനസ്സിനെ വെണ്ണ പോലെ ഉരുക്കിക്കളയാൻ പാകത്തിൽ സംസാരിക്കാറുണ്ട്. ഇടവരാശിക്കാർ വളരെ അഴകുള്ളവരാണെന്ന് ഇവിടെ പറയേണ്ടിയിരിക്കുന്നു. ഇടവരാശിക്കാർ ഏതെങ്കിലും ഒരു കാര്യം സാധിക്കണമെന്നുണ്ടെങ്കിൽ അത് വളരെ കാര്യക്ഷമതയോടുകൂടി സാധിച്ചിരിക്കും. ഒരു പക്ഷേ അത് ഇവരെ കൊണ്ട് സാധിക്കില്ല എങ്കിൽ വളരെ തന്ത്രപരമായി മറ്റുള്ളവരെ കൊണ്ട് സാധിച്ചെടുക്കാൻ മിടുക്കുള്ളവരാണ് ഇടവം രാശിക്കാർ. അതിനുവേണ്ടി മന്ത്രതന്ത്രങ്ങൾ വരെ ചെയ്യാനും ഇവർ മടിക്കില്ല. എത്ര പ്രയാസമുള്ള തരുണങ്ങളിലും വളരെ ലാഘവത്തോടെ കാര്യങ്ങൾ എതിർക്കൊള്ളുന്നവരാണ് ഇടവരാശിക്കാർ. നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട തരുണങ്ങളിൽ വെൺപട്ട് ഉടുത്തു പോകുന്നതായിരിക്കും ഉത്തമം. ഇടവരാശിക്കാർ ചെറിയ വയസ്സിൽ, അതും കൗമാരപ്രായം യൗവനമാകിയ വയസ്സിൽ അതിരുകവിഞ്ഞ സൗന്ദര്യമുണ്ടായിരിക്കും. അത് ആണായാലും പെണ്ണായാലും വളരെ ക്യൂട്ടായിരിക്കുമെന്നുള്ളത് സത്യം. വിവാഹത്തിന് ശേഷം ഇടവരാശിക്കാരുടെ സൗന്ദര്യം അവരുടെ ജീവിത പങ്കാളിയുടെ കയ്യിലാണ് ഇരിക്കുന്നത്. ഒരു പ്രത്യേകതയുള്ളത്, ഇടവം രാശിക്കാരുടെ കന്നത്തിൽ കുഴിയുള്ളവർ ഭാഗ്യശാലികളായിരിക്കും. അതും കന്നത്തിൽ കുഴിയുള്ള പെൺകുട്ടികൾ. ഇടവരാശിക്കാർ പെൺകുട്ടികൾക്ക് പൊരുത്തമുള്ള ഭർത്താവിനെ കിട്ടുകയാണെങ്കിൽ വിവാഹത്തിന് ശേഷം അവരുടെ ജീവിതം കുതിച്ചുയരും. പിന്നെ ഇവിടെ പ്രതിപാദിക്കേണ്ട ആവശ്യമില്ല എങ്കിലും പറയാം, ഇടവരാശിക്കാരുടെ കൗമാരം സ്വപ്ന തുല്യമായിരിക്കും. അതുകൊണ്ട് തന്നെ ഏറെക്കുറെ ഇടവരാശിക്കാരെല്ലാം തന്നെ ജീവിതകാലം മുഴുവൻ അത് പ്രതീക്ഷിക്കുന്നവരുമാണ്. ഇടവരാശിക്കാർക്ക് വരാൻ സാധ്യതയുള്ള അസുഖങ്ങൾ, കഫം സംബന്ധപ്പെട്ട അസുഖങ്ങൾ, അപ്പപ്പോൾ പനി വരും, തൊണ്ടവേദനയും വരും. തൊണ്ടയിൽ പ്രശ്നങ്ങൾ വരാം. ചിലപ്പോൾ തൈറോയിഡ് പോലുള്ള അസുഖങ്ങളും വരാൻ സാധ്യതകളുണ്ട്. അടിക്കടി ലൂസ് മോഷൻ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഭക്ഷണകാര്യങ്ങളിൽ ശ്രദ്ധിക്കണം. കൂടുതൽ കൂളിംഗ് ആയിട്ടുള്ള ആഹാര പദാർത്ഥങ്ങൾ ജീവിതകാലം മുഴുവൻ ഇടവരാശിക്കാർ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ശരീര ആരോഗ്യത്തിനനുസരിച്ച് ഭക്ഷണം ക്രമീകരിക്കുക. പ്രത്യേകിച്ച് പറയാനാണെങ്കിൽ ഐസ്ക്രീം, കൂൾ ഡ്രിങ്ക്സ് ഇവയെല്ലാം ഒരു ഭക്ഷണ പദാർത്ഥമേ അല്ല. അതും നമ്മുടെ ജനറ്റിക്കിൽ അത് പറഞ്ഞിട്ടേയില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇടവം രാശിക്കാർ സ്ത്രീകൾ പ്രസവകാലത്ത് തൈറോയിഡ് മൂലം ഒരുപാട് കഷ്ടങ്ങൾ അനുഭവിക്കേണ്ടി വരും. മുമ്പേ കൂട്ടി ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. പല്ലുകൾ നല്ലോണം ശ്രദ്ധിച്ച് സംരക്ഷിക്കണം. കാരണം ഇടവക്കൂറുകാർക്ക് പൽ പ്രശ്നങ്ങൾ കൂടപ്പിറപ്പാണ്. ഇടവം രാശിക്കാർ കൊറോണ പോലുള്ള മാരകമായിട്ടുള്ള പനി വരുന്ന കാലങ്ങളിൽ വളരെ അധികം ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് എളിതിൽ അറ്റാക്ക് ആവാൻ സാധ്യത കൂടുതലാണ്. നിങ്ങളുടെ രാശിനാഥനും 6ാമിടത്തധിപതിയും ശുക്രനായതുകൊണ്ടാണ്. നോർമൽ ലൈഫിൽ കൂടി വിഷപ്പനികൾ വരാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നല്ല ശുദ്ധമായ സാഹചര്യങ്ങളിൽ ജീവിക്കാൻ ശ്രമിക്കണം. ഇടവരാശിക്കാർ മറ്റുള്ളവരുടെ കുട്ടികളെക്കാൾ ഇവരുടെ മക്കളെ അധികം സ്നേഹിക്കുന്നു എന്നുള്ളത് സത്യമാണ്. ഇടവരാശിക്കാർക്ക് വാഹനയോഗം ജീവിതത്തെ അലങ്കരിക്കാറുണ്ട്. കഴിവതും വാഹനങ്ങൾ വാങ്ങുമ്പോൾ വെള്ള നിറത്തിൽ തന്നെ വാങ്ങുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. ഇടവരാശിക്കാർ സ്നേഹിക്കുന്നതിൽ വല്ലഭർ. അത് മാത്രമല്ല, ഇവരെ പ്രണയിക്കുന്നവർക്ക് അത് ഒരു വലിയ കാര്യമാണ്. കാരണം ഇവർ ഓരോ നിമിഷവും നിരീക്ഷിച്ചുകൊണ്ടേ ഇരിക്കാറുണ്ട്. തൻ്റെ മേൽ സ്നേഹം കൂടുതൽ ഉണ്ടോ എന്ന് അപ്പോൾ നിരീക്ഷിച്ചുകൊണ്ടാണ് ഇവർ ഇരിക്കാറുള്ളത്. മാത്രമല്ല, തന്നെ കുറച്ചെങ്കിലും വെറുക്കുന്നവരെ ജീവിതത്തിൽ നിന്നും അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ പൊതു സ്വഭാവം. അതുകൊണ്ട് തന്നെ ഇടവരാശിക്കാരെ പ്രണയിക്കുന്നവർ പ്രണയത്തിൻ്റെ അളവ് ദിവസവും കൂട്ടിക്കൊണ്ടേയിരിക്കണം. ഇല്ലെങ്കിൽ പറയേണ്ട ആവശ്യമില്ല. ഇടവരാശിക്കാരുടെ മനസ്സ് കീഴടക്കാൻ വേണ്ടി അവരെ പ്രണയിക്കുന്നവർ അവരുടെ മനസ്സ് കീഴടക്കി കഴിഞ്ഞാൽ പിന്നീടുള്ള ഓരോ ദിവസവും ഓരോ ഉത്സവകാലമായി മാറും. എന്നാൽ അത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം ഇടവരാശിക്കാർ മൈക്രോസ്കോപ്പ് പോലെയാണ്. ഇടവം രാശിക്കാർ പിറക്കുമ്പോൾ തന്നെ ശാന്ത സ്വഭാവമുള്ളവരാണ്. അതുമാത്രമല്ല, ഇവർ നയിക്കാനുള്ള പാഠവമുള്ളവരുമാണ്. ഏതെങ്കിലും ഒരു കമ്പനിയുടെയോ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെയോ തന്നെ അധികാരം വഹിക്കുന്നവരായി ഇവർ ഇരുന്നാൽ ഇവരുടെ സംസാരം കൊണ്ടും
പ്രവൃത്തി കൊണ്ടും ജന്മനാ ഇവർക്കുള്ള ശാന്ത സ്വഭാവം കൊണ്ടും എപ്പോഴും ഇവർക്കു ചുറ്റും ഇവർക്കു വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായി ഒരു കൂട്ടമുണ്ടാവും. അതുതന്നെ ഇടവരാശിക്കാരുടെ ഒരു വരമാണ്. വിവാഹം കഴിക്കുമ്പോൾ എല്ലാ രാശിക്കാരും 6ാമത് രാശിയെയും 8ാമത് രാശിയെയും വിവാഹം കഴിക്കാതിരിക്കുക. അങ്ങനെ നോക്കുമ്പോൾ തുലാം രാശിയെയും ധനു രാശിയെയും ഇടവരാശിക്കാർ വിവാഹം കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇടവരാശിക്കാർ ഏതെങ്കിലും ഒരു കാര്യം തീരുമാനിച്ചു വിട്ടാൽ അത് നല്ലതായാലും ചീത്തയായാലും അതിൽ നിന്ന് പിൻവാങ്ങുന്ന പ്രശ്നമേയില്ല. ഇവർ പണം സമ്പാദിക്കുന്നതിലും സമ്പാദിച്ച് വളരെ ആഡംബരത്തോട് ജീവിക്കാനും ഒരുപാട് ആഗ്രഹിക്കുന്നവരാണ്. മാത്രമല്ല ഏതൊരു സാധനം വാങ്ങിയാലും അതിലൊരു പ്രൗഢിയും ആഡംബരവും തിളങ്ങി നിൽക്കും. ഇടവരാശിക്കാരുടെ ജീവിത പങ്കാളിയോട് ഒരു കാര്യം പറയാനുണ്ട്. ഇടവം രാശിക്കാരുടെ അടുത്ത് നിങ്ങളുടെ കള്ളത്തരങ്ങളൊക്കെ ഇറക്കരുത്. കാരണം എങ്ങനെയായാലും നിങ്ങൾ ഇവർക്ക് മുമ്പിൽ പിടിപെടും എന്നുള്ളതിൽ യാതൊരുവിധ സംശയവും വേണ്ട. അതുകൊണ്ട് നോക്കിയും കണ്ടുമൊക്കെ വേണം കാര്യങ്ങൾ നീക്കാൻ. ഇത് ഇടവം രാശിക്കാരെ പ്രണയിക്കുന്നവർക്കും ബാധകമാണ് കേട്ടോ. ഇടവം രാശിക്കാരുടെ മക്കൾക്കും ഇത് ബാധകമാണ്. വീട്ടിൽ അറിയില്ല എന്ന് വിചാരിച്ചിട്ട് ഒന്നും ചെയ്യല്ലേ. മേടം രാശിക്കാർ ചൊവ്വയുടെ രാശിയാണേൽ, ചൊവ്വ അഗ്നിയുടെ പ്രതിരൂപമാണെങ്കിൽ ഇടവം രാശി നേരെ മറിച്ചാണ്. അത് പൂക്കളെയും നനുത്ത മേഘങ്ങളെയും മന്ദമാരുതനുടെയും കാലമാണ്. മനുഷ്യ മനസ്സിനെ തളിരണിയിക്കുന്ന പ്രണയത്തിൻ്റെയും അനുരാഗത്തിൻ്റെയും പ്രതിബിംബമാണ്. എല്ലാ ഇടവരാശിക്കാരും സന്തോഷത്തോടും സമാധാനത്തോടും കരളലിയിപ്പിക്കുന്ന സ്നേഹത്തോടും ജീവിക്കാൻ ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. നന്ദി. ഓലച്ചുവടി.